السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം കടന്നു വരികയാണ്. 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജ് അതിൻ്റെ സീസൺ തുടങ്ങിക്കഴിഞ്ഞു. ഹജ്ജിൻ്റെ മാസമാകുന്ന ദുൽഹിജ്ജ മാസം ഹജ്ജിൻ്റെയും ഉളഹിയത്തിൻ്റെയും വിളംബരം അറിയിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട് പറയാൻ ഏറെയുണ്ട്. പക്ഷേ ഈ സമയത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈദുൽ അളഹയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നതിനും പറയുന്നതിനും മുമ്പ് നേരത്തെ തന്നെ തീരുമാനം എടുക്കേണ്ടതുണ്ടായതുകൊണ്ട് ഉളഹിയത്തിനെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശദമായി ദിവസങ്ങളോളം പറഞ്ഞാലും തീരാത്ത പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉളഹിയത്ത്. അത് വളരെ ഹ്രസ്വമായി പ്രത്യേകിച്ച് ഉളഹിയത്ത് അറക്കുവാൻ തീരുമാനിച്ച വ്യക്തികൾക്ക് വേണ്ടി മാത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഉളഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഉളഹിയ്യത്തു വഹിയ മാ യുദ്ബഹു മിനൻ നിഅമി തഖർറുബൻ ഇലല്ലാഹി തആല. അല്ലാഹുവിലേക്ക് ആരാധന അർപ്പിക്കുക എന്ന നിലയ്ക്ക് ആട്, മാട്, ഒട്ടകം ഈ മൃഗങ്ങളിൽ നിന്ന് അറുക്കപ്പെടുന്ന ആ ഒരു പ്രക്രിയ, അതാണ് ഉളഹിയ്യത്ത്. ചില പണ്ഡിതന്മാർ പറയുന്നു ആ മൃഗത്തിന്റെ പേരാണ് ഉളഹിയ്യത്ത് എന്ന്. പ്രബലമായ അഭിപ്രായം, ളുഹാ സമയത്താണ് ഈ അറുക്കപ്പെടൽ നടക്കുന്നത്. ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ ഉടനെയാണല്ലോ ഉളഹിയ്യത്ത് അറുക്കാനുള്ള പ്രധാനപ്പെട്ട സമയം. അത് ളുഹാ സമയമാണ്. അതുകൊണ്ട് ഉളഹിയ്യത്ത് ഏതായാലും ഉളഹിയ്യത്ത് അഫ്ളലു മിന സദഖ, സദഖയേക്കാൾ അഫ്ളലാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തും മുഅക്കദ, ശാഫിഈ മദ്ഹബ് പ്രകാരം സുന്നത്ത് മുഅക്കദയാണ്. ഹനഫി മദ്ഹബ് പ്രകാരം വാജിബാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കണം. നാം എത്രയോ സദഖകൾ പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ആ സദഖകളിൽ വെച്ച് ഏറ്റവും വലിയ സദഖയാണ്, ഏറ്റവും അഫ്ളലായ സദഖയാണ്, ഏറ്റവും ശ്രേഷ്ഠമുള്ളത് ഉളഹിയ്യത്താണ്. അത് പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും ഇജ്മാഇലും ഒക്കെ ഒരുപാട് തെളിവുകൾ, ഒരുപാട് രേഖകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഖുർആൻ തന്നെ മറിച്ചാൽ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുൽ കൗസർ, അതിൻ്റെ അവസാന ഭാഗത്തിൽ ആ ഒറ്റ വരിയിലെ പകുതി ഭാഗവും അറിയിക്കുന്നത് ബലിപെരുന്നാളിനെ സംബന്ധിച്ചും അറവിനെ സംബന്ധിച്ചുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ. ശേഷം പറയുന്നത് ഫസല്ലി ലിറബ്ബിക വൻഹർ. അതിന്റെ മധ്യഭാഗം, നബിയെ അങ്ങയുടെ റബ്ബിന് വേണ്ടി നിസ്കരിക്കണം, വൻഹർ അങ്ങ് ബലിയർക്കുകയും ചെയ്യണം. മുഫസ്സിരീങ്ങൾ ഇത് ബലിപെരുന്നാളിനെ സംബന്ധിച്ചും ഉളഹിയ്യത്തിനെ സംബന്ധിച്ചുമാണ് പറഞ്ഞത് എന്ന് അറിയിക്കുന്നുണ്ട്. ഏതായാലും ഈ പവിത്രമായ ഉളഹിയ്യത്ത് അത് നിസ്സാരമായി നാം കാണരുത്. തഅലീമു മാ അല്ലമല്ലാഹ്, അള്ളാഹു ബഹുമാനിച്ചതിനെ നാം ബഹുമാനിക്കണം. അത് എന്തായാലും അള്ളാഹു ഒരു വസ്തുവിനെ ബഹുമാനിച്ചോ നാം ബഹുമാനിച്ചേ പറ്റൂ. അത് കല്ലാണെങ്കിലും മുള്ളാണെങ്കിലും എന്തായാലും. നമുക്കറിയാം, നിസ്സാരമായി കാണുന്ന കല്ല്, ആ കല്ലിനെ അള്ളാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും ബഹുമാനിക്കണം. ഹജറുൽ അസ്വദ് എന്നൊരു കല്ലാണല്ലോ. മഹാനായ 2ാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കല്ലേ, നീ ഒരു കല്ലാണ്, നിനക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. നിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പ്രവാചകൻ,
നിന്നെ ബഹുമാനിച്ചിട്ടുണ്ട്, നിന്നെ മുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ബഹുമാനിക്കുന്നതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ കല്ലിനെ നാം ബഹുമാനിക്കുന്നു. ആ കെട്ടിടം കഅബാലയം എന്ന് പറയുന്ന ആ കെട്ടിടത്തെ നാം ബഹുമാനിക്കുന്നു. ഇബ്രാഹിം മഖാമിനെ നാം ബഹുമാനിക്കുന്നു. ഇതെല്ലാം കല്ലുകളും അതുപോലെയുള്ള നിർമ്മിതികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷേ അള്ളാഹു ബഹുമാനം കൊടുത്താൽ അതിനെ ബഹുമാനിക്കണം. അങ്ങനെ കല്ല് മുതൽ പ്രവാചകന്മാർ, മലായികത്തുകൾ, ഇങ്ങനെ വിശുദ്ധമായ ഖുർആൻ തുടങ്ങി ബഹുമാനിക്കേണ്ട എല്ലാ വസ്തുക്കളെയും നാം ബഹുമാനിക്കണം. അത് കല്ലാണല്ലോ, അത് മറ്റേതാണല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റൂല. നാം കടയിൽ നിന്നൊരു തുണി വാങ്ങി, അതൊരു തുണിയാണ്. പക്ഷേ അതൊരു സമ്മേളനത്തിന്റെ ഫ്രണ്ടിലുള്ള മേശയുടെ പുറത്തിട്ടാൽ അതിന് ബഹുമാനമാണ്. ആ പുറത്തിട്ട ആ തുണിയെ മറ്റൊരാൾ എടുക്കുകയോ എടുത്ത് പിച്ചു ചീന്തുകയോ ചെയ്താൽ വിഷയം ഗുരുതരമാകും. കാരണം ആ തുണി കടയിൽ നിന്ന് വാങ്ങിയതാണ്, പക്ഷേ അതിന്റെ മുകളിലിടുമ്പോൾ അതിന് ബഹുമാനം കൊടുന്നു. കടയിൽ നിന്ന് വാങ്ങിയ തുണിയാണ്, അത് 50-100 രൂപയുടെ തുണിയാണ്. പക്ഷേ അതൊരു കൊടി രൂപത്തിലാക്കി ഉയർത്തിക്കഴിഞ്ഞാൽ ആ കൊടിക്ക് ബഹുമാനമുണ്ട്. എന്നതുപോലെ ഉളഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗം, അത് പോത്തായാലും മൂരിയായാലും ആടായാലും, അത് ആടാണ്, അത് മൂരിയാണ്, കാളയാണ്, അത് പോത്താണ്. പക്ഷേ അറുക്കപ്പെടുന്ന ആ മൃഗത്തെ കാണുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീർ ചെല്ലണം. അത് പോത്തിനെ കണ്ടതുകൊണ്ടല്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തേരോട്ടം, അവിടുത്തെ ആശയവും ആദർശവും പ്രവർത്തനവും, അതാണ് ഇതിന് മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ആ മൃഗത്തെ നാം ബഹുമാനിക്കണം, ആ മൃഗത്തെ നാം ആദരിക്കണം. ഉളഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗമാണ്. ഇനി ഉളഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗം അല്ലെങ്കിൽ പോലും ആ രീതിയിലുള്ള മൃഗത്തെ കണ്ടാലും തക്ബീർ ചെല്ലണമെന്ന് ഫിഖ്ഹിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വലുതായിട്ട് നീട്ടി പറയുന്നില്ല, കുറെ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറയാം. വളരെ ശ്രേഷ്ഠതയുള്ള, വളരെ ബഹുമാനമുള്ള, വളരെ കൂല് കിട്ടുന്ന ഒരു അമലാണ് ഉളഹിയത്ത്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ അമില ആദമിയുൻ മിൻ അമലി യൗമിൻ നഹർ അഹബ്ബു ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ് ദം. പെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന രക്തം ചൊരിച്ചിലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിലും അതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഉളഹിയത്തിന്റെ ആ ഒരു ബ്ലഡ്, ഉളഹിയത്തിന്റെ ആ ഒരു രക്തം ഭൂമിയിൽ വീഴുക എന്നത് ഏറ്റവും വലിയ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതിന്റെ കുളമ്പുകൾ, അതിന്റെ രോമങ്ങൾ, അതിന്റെ കൊമ്പുകൾ, ഇതെല്ലാം നാളെ സാക്ഷിയായ റബ്ബിന്റെ മുമ്പിൽ എത്തും. ഭൂമിയിൽ പെരുന്നാൾ ദിവസം വീഴുന്ന രക്തത്തിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് ഉളഹിയത്തിന്റെ ആ ഒരു അറുക്കപ്പെടുന്ന സമയം. അറുക്കപ്പെടുമ്പോൾ ഭൂമിയിലേക്ക് വീഴുന്ന ആ ഒരു ബ്ലഡ്, ഈ രൂപത്തിൽ എല്ലാത്തിനും സ്ഥാനമുണ്ട്. അതിന്റെ രോമത്തിനും, അതിന്റെ കുളമ്പിനും, അതിന്റെ കൊമ്പിനും, അതിന്റെ ബ്ലഡിനും എല്ലാം പവിത്രമാണ്. അത്രയ്ക്കും ശ്രേഷ്ഠമുള്ള കാര്യമാണ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മൻ വജദ സഅതൻ لأن أضحي فلم يضح فلا يحضر مصلانا. ഒരാൾക്ക് ഉളഹിയത്ത് അറക്കാനുള്ള സംവിധാനവും സാഹചര്യവും വിശാലതയും സാമ്പത്തികവും എല്ലാം ഒത്തിണങ്ങിയിട്ട് അവൻ ഉളഹിയത്ത് അറക്കാതിരുന്നാൽ നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരണ്ട എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. മുസല്ല എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ട എന്നാണ്. അതിനവൻ തയ്യാറാവണം. അതുകൊണ്ട് തന്നെ കഴിവുള്ള എല്ലാവരും ഈ വിഷയം ശ്രദ്ധിക്കണം. ഉളഹിയത്ത് വാജിബാണ് എന്നൊരു അഭിപ്രായം ഉണ്ടായത് കൊണ്ട് തന്നെ ഈ സുന്നത്ത് മുഅക്കദായ ഈ പ്രധാനപ്പെട്ട അമല് ഒഴിവാക്കൽ കറാഹത്താണ്. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമേറിയ, വളരെ പ്രാധാന്യമേറിയ ഇബാദത്താണെന്ന് മനസ്സിലാക്കി അതിന് തയ്യാറാവണം നാം ഓരോരുത്തരും. കഴിവുള്ളവരെല്ലാവരും അതിന് തയ്യാറാവണം.
ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് അത് മതി എന്ന് വെക്കാതെ എല്ലാ വർഷവും ഇതിനു വേണ്ടി നാം തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബാക്കി ഭാഗം നാളെ നമുക്ക് കേൾക്കാം.